അൻസിബ ഹസനെതിരെ വ്യാജ കേസ് തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു എന്ന് പറയപ്പെടുന്ന ആ വനിതാ എക്സിക്യൂട്ടീവ് അംഗം വേറെ ആരുമല്ല, അത് അമ്മയുടെ വൈസ് പ്രസിഡന്റ് കൂടിയായ ലക്ഷ്മിപ്രിയ എന്ന ഞാനാണ്. ഡിസംബർ 10 രാത്രിയിൽ അൻസിബ ഹസൻ എന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് അയച്ചു. എന്റെ വീട്ടിൽ ഈ മെസ്സേജിനെ ചൊല്ലി പല പ്രശ്നങ്ങളും ഉടലെടുക്കാൻ അത് കാരണമാകുന്നു എന്ന ഘട്ടത്തിൽ ഞാൻ റിക്വസ്റ്റ് ചെയ്ത് പറഞ്ഞിരുന്നു, അൻസിബ എന്റെ വീട്ടിലേക്ക് വരണം. അതിനൊന്നും ആ കുട്ടി തയ്യാറായില്ല. ഇതിന്റെ എല്ലാം പിന്നിൽ നീന കുറുപ്പ് എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ വ്യക്തിയാണ്. അൻസിബ ഇത് വളരെ യൂഷ്വൽ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഈ അവിഹിതം എന്ന് പറയുന്ന ഒരു വാക്ക്. ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഇന്നിങ്ങനെ ഒരു പ്രസ് മീറ്റിന് വേണ്ടിയിട്ട് ഞാൻ തയ്യാറായിട്ടുള്ളത്. ആദ്യം തന്നെ പറയട്ടെ, ഞാൻ അമ്മയുടെ ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്പോക്ക് പേഴ്സൺ അല്ല. പക്ഷേ കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ ആയിട്ട് ശ്രീമതി അൻസിബ ഹസൻ എന്ന ഞങ്ങളുടെ അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം, അതായത് ഞങ്ങളുടെ ജോയിന്റ് സെക്രട്ടറിയുടെ രാജിയെ തുടർന്ന് ഉണ്ടായ കേരള സമൂഹം പല രീതിയിലും പല വ്യാഖ്യാനങ്ങളും അതിന് കൊടുത്ത് ആ കുട്ടി തന്നെ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത പല കാര്യങ്ങളും ഞങ്ങൾ അംഗങ്ങൾക്കെതിരെയൊക്കെ ഉന്നയിച്ചുകൊണ്ട് പല വാർത്തകളും ഞങ്ങൾ വാർത്താ ചാനലുകളിൽ കണ്ടു. അപ്പോൾ ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് നിങ്ങളോട് പറയാൻ പറ്റുന്ന ഒരു വ്യക്തി എന്ന നിലയിലാണ് ഞാൻ ഇന്ന് ഇങ്ങനൊരു പ്രസ് മീറ്റിന് തയ്യാറായിരിക്കുന്നത്. കാരണം അൻസിബ ഹസനെതിരെ വ്യാജ കേസ് തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു എന്ന് പറയപ്പെടുന്ന ആ വനിതാ എക്സിക്യൂട്ടീവ് അംഗം വേറെ ആരുമല്ല, അത് അമ്മയുടെ വൈസ് പ്രസിഡന്റ് കൂടിയായ ലക്ഷ്മിപ്രിയ എന്ന ഞാനാണ്. അത് കൊടുക്കാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത്, ഡിസംബർ 10 എന്റെ ഫോണിലേക്ക് ശ്രീമതി അൻസിബ ഹസൻ ഒരു മെസ്സേജ് അയച്ചിരുന്നു. ഞാനിവിടെ കുടുംബമായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വളരെ ചെറിയ പ്രായത്തിൽ വിവാഹിതയായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ എൻ്റെ കുടുംബത്തിൽ എൻ്റെ ഫോൺ എന്ന് പറയുന്നത് നമ്പർ ലോക്കുകളോ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ലോക്കുകളോ ഉള്ളതല്ല. എനി ടൈം എൻ്റെ ഹസ്ബൻഡിനോ എൻ്റെ മകൾക്കോ എൻ്റെ സുഹൃത്തുക്കൾക്കാർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യം വന്നാൽ അവർക്കോ ആക്സസ് ചെയ്യാൻ പാകത്തിൽ ഓപ്പൺ ആയിട്ടാണ് എൻ്റെ ഫോൺ എപ്പോഴും വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഡിസംബർ 10 രാത്രിയിൽ അൻസിബ ഹസൻ എൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് അയച്ചു. ആ മെസ്സേജിന് മറുപടിയായിട്ട് എന്താണ് ഈ പറഞ്ഞിരിക്കുന്നത് എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അൻസിബ എന്താണ് ഇങ്ങനെ പറയാനുണ്ടായ സാഹചര്യം എന്ന് ചോദിച്ച് ഞാൻ ആ കുട്ടിയെ വിളിക്കുമ്പോൾ ഐ വിൽ കോൾ യു ലേറ്റർ ചേച്ചി, ഐ ആം ഇൻ എ വർക്ക് എന്ന് പറഞ്ഞിട്ടാണ് രാത്രി 11 മണിക്ക് എൻ്റെ അടുത്ത് അൻസിബ ഹസൻ റെസ്പോണ്ട് ചെയ്യുന്നത്. അതിനുശേഷം പല ആവർത്തി ഞാൻ ഈ മോളെ പല പ്രാവശ്യം വിളിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അൻസിബയെ ഞാൻ എൻ്റെ ഒരു അനിയത്തിയെ കാട്ടിലും വാത്സല്യത്തോട് കൂടിയിട്ടാണ് ഇപ്പോഴും എനിക്ക് ആ മോളുടെ അടുത്ത് ഇത് പറയുന്ന ഈ നിമിഷവും എനിക്ക് യാതൊരു വിധത്തിലുള്ള വ്യക്തി വൈരാഗ്യമോ മറ്റേതെങ്കിലും തരത്തിലുള്ള പരാതിയോ എന്തെങ്കിലും തരത്തിലുള്ള ഒരു വിഷമോ ഒന്നും എനിക്ക് ആ കുട്ടിയോടില്ല. എൻ്റെ മകൾക്ക് 10 വയസ്സേ ആയിട്ടുള്ളൂ. ഏജ് കൊണ്ട് അൻസിബ എൻ്റെ മകളാകാനുള്ള ഒരു പ്രായമൊന്നും ആയിട്ടില്ലെങ്കിലും അൻസിബയും ഞാനും തമ്മിൽ ആ ഒരു എന്താ പറയാ, അൻസിബയുടെ അമ്മയെ പോലെ അൻസിബയെ കൺസിഡർ ചെയ്യുന്ന സ്നേഹിക്കുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു. അപ്പോൾ പല ആവർത്തി എപ്പോഴും എൻ്റെ വീട്ടിൽ വരാറുള്ള കുട്ടിയാണ്. ഞങ്ങൾ ഒരുമിച്ച് പുറത്തു പോകാറുണ്ട്. എൻ്റെ ഏറ്റവും നല്ല സുഹൃത്തായിരുന്നു അൻസിബ. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പല ആവർത്തി അൻസിബയുടെ അടുത്ത് പറഞ്ഞു, അൻസിബ ഇതെന്താണ് ഈ മെസ്സേജ് അയക്കാനുള്ള ഒരു റീസൺ എന്ന് എൻ്റെ അടുത്ത് പറയണം എന്ന് ഞാൻ പല ആവർത്തി ആവശ്യപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം എൻ്റെ ഹസ്ബൻഡ് ഈ മെസ്സേജ് ഇത് വായിക്കുകയും അദ്ദേഹം വളരെ പാനിക് ആവുകയും അതിനെ തുടർന്ന് ഒരു കുടുംബമല്ലേ, കുടുംബമായിട്ട് ജീവിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവുമല്ലോ, എൻ്റെ വീട്ടിൽ ഈ മെസ്സേജിനെ ചൊല്ലി പല പ്രശ്നങ്ങളും ഉടലെടുക്കാൻ അത് കാരണമാകുന്നു എന്ന ഘട്ടത്തിൽ ഞാൻ അൻസിബയോട് ശ്രീനിയേട്ടൻ മരിച്ചു കിടക്കുന്ന ആ ഒരു അവസ്ഥയിൽ പോലും ഞാൻ റിക്വസ്റ്റ് ചെയ്ത് പറഞ്ഞിരുന്നു, അൻസിബ എൻ്റെ വീട്ടിലേക്ക് വരണം, മോള് ജയശേട്ടനെ കണ്ട് ഇത് സംസാരിക്കണം, ഇല്ലെങ്കിൽ അൻസിബ ഹസ്ബൻഡിന്റെ അടുത്ത് ഫോണിലെങ്കിലും ഈ വിഷയം സംസാരിക്കണം, എനിക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നു എന്ന് പറയുന്നു. അതിനൊന്നും ആ കുട്ടി തയ്യാറായില്ല. പിന്നീട് യാതൊരു വിധത്തിലും എൻ്റെ മെസ്സേജസിന് റെസ്പോണ്ട് ചെയ്യുകയോ എൻ്റെ കോൾസ് അറ്റൻഡ് ചെയ്യുകയോ ആ കുട്ടി ചെയ്തിട്ടില്ല. യാതൊരു നിവൃത്തിയുമില്ലാതെ എൻ്റെ കുടുംബജീവിതം ഒരു മോശമാകുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുന്നു എന്ന് വന്നപ്പോഴാണ് നമ്മളുടെ ഇവിടെ ഹിൽ പാലസ് വനിതാ സെല്ലിൽ ഞാൻ ജനുവരി ഒരു മധ്യത്തോടു കൂടിയിട്ടാണ് എന്നാണ് എൻ്റെ ഓർമ്മ, അന്ന് ഞാൻ അവിടെ കൊണ്ടുവന്ന് പരാതി കൊടുക്കുന്നത്. അതിൽ ഈ പറയുന്ന മതമോ വർഗീയതയോ ക്ഷേത്രത്തിന്റെ സ്പോൺസർഷിപ്പോ ആയിട്ടുള്ള യാതൊരു കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ഈ ഒരു വിഷയം മാത്രമേ, അൻസിബയുടെ പേരിൽ ഒരു FIR ഇടണമെന്നോ കേസ് രജിസ്റ്റർ ചെയ്യണമെന്നോ പോലും ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. എൻ്റെ ആവശ്യം എൻ്റെ ഹസ്ബൻഡിന്റെ മുന്നിൽ ഇരുന്നിട്ട് ഈ മെസ്സേജ് എന്തുകൊണ്ട് അയച്ചു എന്ന് അൻസിബ ഒന്ന് പറയണം എന്ന് മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ കുട്ടി ആരൊക്കെ കോണ്ടാക്ട് ചെയ്തിട്ടും വരാൻ കൂട്ടാക്കാത്തതിനെ തുടർന്നിട്ടാണ് ഞാൻ ഈ ഹിൽ പാലസ് വനിതാ സെല്ലിൽ കൊണ്ടുവന്ന് അൻസിബയ്ക്കെതിരെ കംപ്ലൈന്റ് കൊടുത്തത്. ആ കംപ്ലൈന്റിൽ ഈ ഒരു 2 വരി മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാൽ
ഇതിനെ തെറ്റിദ്ധരിച്ച അൻസിബയാണ് ഞങ്ങളുടെ സ്പോൺസർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അൻസിബ മാത്രമല്ല, ക്ഷേത്രത്തിലെ സ്പോൺസർഷിപ്പ് വേണ്ട എന്ന് പറഞ്ഞ ഏക വ്യക്തി അൻസിബ മാത്രമാണ് എന്നാണ് അൻസിബ വിചാരിക്കുന്നത്. അങ്ങനെയല്ല, ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട സ്പോൺസർഷിപ്പ് വേണ്ട എന്ന് പറഞ്ഞ നിരവധി പേരുണ്ട്. അൻസിബ മാത്രം പറഞ്ഞെങ്കിലല്ലേ അൻസിബയ്ക്കെതിരെ അതൊരു അലിഗേഷൻ ആയിട്ട് വരുള്ളൂ. ഒരാൾക്ക് ഇത് ചെയ്യേണ്ട എന്നൊരു എതിരഭിപ്രായം പറയുമ്പോൾ അതെങ്ങനെയാണ് ഒരു അലിഗേഷൻ ആയിട്ട് മാറുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ അൻസിബയാണ് ഇത്. ഞാൻ എക്സിക്യൂട്ടീവ് അംഗങ്ങളെയോ മറ്റൊരു മനുഷ്യരെയോ അറിയിച്ചിരുന്നില്ല. ചെവി അറിയാണ്ട് വളരെ ഗോപ്യമായിട്ട് ഈ സ്റ്റേഷനിൽ പോയി ഞാൻ പരാതി കൊടുക്കുന്നു. പോലീസ് സ്റ്റേഷനിൽ നിന്ന് അൻസിബയെ പല ആവർത്തി വിളിച്ചു കഴിഞ്ഞപ്പോൾ അൻസിബയാണ് ഇതിന് മത തീവ്രവാദം ആരോപിച്ചുകൊണ്ടും അൻസിബയെ ജിഹാദി എന്ന് ആരോ പരാമർശിച്ചു, അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ കേസ് ഞാൻ കൊടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഗ്രൂപ്പിലേക്ക് പിന്നെ ജനുവരി 24-ാം തീയതിയാണ് അൻസിബ ലോങ് മെസ്സേജ് ഇടുന്നത്. ആ സമയത്ത് ഞാൻ അൻസിബയോട് പറഞ്ഞു, മോളെ ഇതൊക്കെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള മാറ്റേഴ്സ് ആണ്, ഇത്തരം കാര്യങ്ങളൊന്നും നമ്മൾ തൊട്ട് കളിക്കാനായിട്ട് പാടില്ല, സമൂഹത്തിൽ വളരെയധികം പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന കാര്യമാണ് മോളെ, ഈ ഒരു മാറ്റർ മാത്രമേ ഞാൻ സംസാരിച്ചിട്ടുള്ളൂ, നീ അതിന് വന്നിട്ട് പ്രതികരിക്കുക, വേറെ യാതൊരു കാര്യങ്ങളും ഇതിനകത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ മുതിർന്നവർ ഇടപെടണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് എന്റെ കുടുംബ വിഷയമാണ്, ഈ കുടുംബ വിഷയത്തിൽ കാരണക്കാരി എന്ന് പറയുന്നത് അൻസിബയാണ്. ഈ അൻസിബയെ ഞാനും മാത്രമായിട്ടുള്ള ഒരു പ്രശ്നത്തിൽ യാതൊരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളും അറിയാനോ, ഇത് ഇപ്പൊ പോലും എനിക്ക് വളരെയധികം ലജ്ജയുണ്ട്. ഈ ഒരു സമൂഹത്തിന്റെ മുന്നിൽ ഇങ്ങനെ വന്നിരുന്ന് പറയേണ്ടി വരുന്നതിൽ എനിക്ക് വളരെയധികം ലജ്ജയുണ്ട്. മനസ്സിലായില്ലേ? അപ്പം ആ വിഷമത്തിൽ ഞാൻ പറഞ്ഞു, ഒരു മനുഷ്യരും ഇതിൽ ഇടപെടേണ്ട, ഇത് അവിടെ വന്നിട്ടൊന്ന് പരിഹരിച്ചാൽ മാത്രം മതി എന്നാണ് ഞാൻ റിക്വസ്റ്റ് ചെയ്തത്. അല്ലാതെ തീവ്രവാദമെന്നോ ജിഹാദെന്നോ മറ്റ് ഈ ക്ഷേത്രത്തിന്റെ സ്പോൺസർഷിപ്പ് സ്വീകരിച്ചതിനെ പറ്റിയിട്ടുള്ള പ്രശ്നങ്ങളോ യാതൊരു കാര്യങ്ങളും ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ ടിനി ടോം എന്ന് പറയുന്ന വ്യക്തിയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഞങ്ങൾക്കൊക്കെ മുൻപേ എന്താ പറയുക, ഉത്സവപ്പറമ്പിലും അമ്പലപ്പറമ്പിലും ഒക്കെ വളരെയധികം പ്രോഗ്രാംസിലൂടെ അദ്ദേഹം വന്ന് TV ഷോസ് ചെയ്ത്, എനിക്ക് തോന്നുന്നു എൻ്റെ നായകനായിട്ടാന്ന് തോന്നുന്നു അദ്ദേഹം ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കുന്നതല്ല, നായകനാവുന്നത് എൻ്റെ നായകനായിട്ട് പേരിനൊരു മകൻ എന്ന പടത്തിലാണെന്ന് തോന്നുന്നു. അതിനു മുമ്പ് ഏഷ്യനെറ്റിന്റെ TV ഷോസിലൂടെയൊക്കെ ഞങ്ങൾക്ക് പരിചയമുള്ള വ്യക്തിയാണ് ടിനി ചേട്ടൻ. ടിനി ടോം എന്ന് പറയുന്ന വ്യക്തിയെ നേരിട്ട് അറിയുന്ന എല്ലാവർക്കും അറിയാം, അദ്ദേഹം ഇത്തരത്തിലൊരു പരാമർശം നടത്തുകയോ ഇങ്ങനെ ഇടപെടുകയോ ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. സ്ത്രീകളെ ഏറ്റവും അധികം ബഹുമാനിക്കുകയും ഏറ്റവും സന്തോഷത്തിൽ രസത്തിൽ തോളിൽ കൈയിട്ട് ചേർന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യാൻ പറ്റുന്ന, ഏത് പാതിരാത്രി നമുക്ക് അദ്ദേഹത്തിനെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്ന വളരെ നല്ല സൗഹൃദം സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ആ അദ്ദേഹത്തിനെതിരെ ഇത്തരം പരാതികൾക്കെല്ലാം ഉറവിടം എന്ന് പറയുന്നത് ഞങ്ങളുടെ സെക്രട്ടറിയും ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ കഥകളുടെയും പിന്നിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇതിന്റെ എല്ലാം പിന്നിൽ നീന കുറുപ്പ് എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ വ്യക്തിയാണ്. അല്ലെ? നീന കുറുപ്പ് പറയുന്നത്, ജിഹാദി എന്ന് നീന കുറുപ്പ് പറയുന്നത് അൻസിബ ഹസൻ കേട്ടു എന്നാണ് അൻസിബ ഹസൻ പറഞ്ഞിരിക്കുന്നത്. അൻസിബ ഹസനോട് ടിനി ടോം പറയുന്നത് അൻസിബ ഹസൻ കേട്ടിട്ടില്ല, ഈ നീന കുറുപ്പ് പറഞ്ഞത് കേട്ടു എന്നാണ് പറയുന്നത്. ഇനി അൻസിബെ പറ്റി ഞാൻ മറ്റൊരു കാര്യം പറഞ്ഞുതരാം. ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി സ്റ്റാർട്ട് ചെയ്ത ദിവസം ഇപ്പോഴും എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഞങ്ങളുടെ ഒരു കമ്മിറ്റി മെമ്പർ, ആ കമ്മിറ്റി മെമ്പറും മറ്റൊരു മെമ്പർ, അതായത് ഇപ്പൊ പുതിയതായിട്ട് ഞങ്ങളുടെ പിന്നെ ഭരണസമിതിയിലേക്ക് വന്ന ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും ചേർന്ന് വേറൊരു കമ്മിറ്റിയിൽ ഇല്ലാത്ത മറ്റൊരു ഞങ്ങളുടെ പിന്നെ ഒരു അംഗത്തിന്റെ അടുത്ത് ഈ കുട്ടിയെ പറ്റി അവിഹിത കഥകൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് Day 1, അതായത് ഫസ്റ്റ് അൻസിബ ഹസൻ സ്തംഭിപ്പിച്ചിട്ടുണ്ട് അവിടെ. അൻസിബ ഹസൻ ഇത് സ്തംഭിപ്പിക്കുന്നത് ഈ കുട്ടിയെ പറ്റിയിട്ട് വേറൊരാളോട് ഞങ്ങളുടെ കമ്മിറ്റിയിലുള്ള 2 പേര് അവിഹിത കഥകൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. അപ്പോൾ അൻസിബ ഇത് വളരെ യൂഷ്വൽ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഈ അവിഹിതം എന്ന് പറയുന്ന ഒരു വാക്ക്. അപ്പോൾ ഞങ്ങൾ ചോദിക്കുകയാണ്, മോള് കേട്ടോ? അതില്ല, ഇന്നയാള് പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളുടെ പ്രസിഡന്റ് എന്ത് ചെയ്തു, പിറ്റേ ആഴ്ചത്തെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിംഗിൽ ഈ പറഞ്ഞ ആളിനെ കൊണ്ടുവന്നു. ആ ആള് പറഞ്ഞു, എന്നോട് ഈ 2 പേരും അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് ഫസ്റ്റ് ഡേ ഉണ്ടായ കാര്യമാണ്. അന്ന് അൻസിബ ഹസൻ ഭക്ഷണം കഴിക്കാതിരുന്നപ്പോൾ ഞാനും അൻസിബ ഹസന്റെ കൂടെ ഭക്ഷണം കഴിക്കാതിരുന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. കാരണം അൻസിബ ഹസന്റെ കാര്യം എന്ന് വെച്ചാൽ ജോയിന്റ് സെക്രട്ടറി അറിഞ്ഞിട്ടില്ല ഇന്ന് എവിടുന്നാണ് ഈ കമ്മിറ്റി ഭക്ഷണം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത് ഞങ്ങൾക്ക് പിന്നെ സ്പോൺസേഴ്സ് ഉണ്ടല്ലോ, അപ്പൊ സ്പോൺസർമാരാണോ ഞങ്ങൾക്ക് ഈ ഫുഡ് കൊണ്ടുവന്നിരിക്കുന്നത്, ഇല്ലെങ്കിൽ ഇത് അമ്മ കാശ് കൊടുത്ത് വാങ്ങിക്കുന്നതാണോ എന്ന് പിന്നെ ജോയിന്റ് സെക്രട്ടറി ആയ അൻസിബ ഹസൻ അറിയണം എന്ന് വാശി പിടിച്ചിട്ട് അൻസിബ ഹസൻ ഫുഡ് കഴിക്കാതെ ഭയങ്കര വയലന്റ് ആയിട്ട് കരഞ്ഞ് ബാത്റൂമിന്റെ സൈഡിൽ പോയിരുന്നു അവിടെ പൊളിച്ചടുക്കിയിട്ടുണ്ട്. അന്ന് അൻസിബ ഹസനെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ.
അപ്പോൾ ഇത് ഈ പുറത്തിറങ്ങിയിട്ട് അൻസിബ ഹസൻ പറയുന്നത് വേറെ 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 രീതിയിലുള്ള കഥകളാണ്. ഇതൊന്നും അവിടെ നടന്നിട്ടേ ഉള്ള കാര്യങ്ങളല്ല. പിന്നെ ഇതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരാള് എന്ന് പറയുന്നത് ഞങ്ങളുടെ സെക്രട്ടറി, പറയുന്നതിൽ തുറന്നു പറയുന്നതിൽ വളരെയധികം എനിക്ക് വിഷമമുണ്ട്. ഞങ്ങളുടെ സെക്രട്ടറി നീന കുറുപ്പ് തുടങ്ങിയ കുറച്ച് പേരാണ് ഈ എന്താ പറയാ ഈ ഗൂഢാലോചന എന്ന് പറയുന്നത് ഞങ്ങൾക്കൊക്കെ എതിരെയാണ് നടക്കുന്നത്. ഇവർ 2-3 പേര് ഗ്രൂപ്പായിട്ടും ബാക്കിയുള്ളവരൊക്കെ ഇൻഡിവിജ്വൽസും ആയിട്ടാണ് കമ്മിറ്റിയിൽ നിലകൊള്ളുന്നത്. അപ്പോൾ ഈ സെക്രട്ടറി അൻസിബ ഹസനെ കുറിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം, അതായത് മലയാളത്തിലെ ഒരു മഹാനടനെയും അൻസിബ ഹസൻ എന്ന് പറഞ്ഞ ഈ പെൺകുട്ടിയെയും ചേർത്ത് അവിഹിത കഥകൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ദേ ഞങ്ങളുടെ എല്ലാം ഫോണിലുണ്ട്. എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ഞങ്ങൾക്ക് തന്ന പരാതിയിൽ അത് കിടപ്പുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് അൻസിബ ഹസൻ ഒരിടത്തും പരാമർശിക്കാത്തത്? എന്തുകൊണ്ടാണ്? എന്ത് അവിഹിത കഥകളാണ് അൻസിബ ഹസനെ കുറിച്ച് ബാക്കിയുള്ളവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്?